അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. 13 വർഷം മുൻപ് സ്വന്തം ഭാര്യയെയും 5ഉം 2ഉം വയസ്സുള്ള 2 പിഞ്ചു മക്കളെയും അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ മുഹമ്മദ് യൂസുഫ് എന്നുള്ള മലപ്പുറം അരീക്കോട്ടുകാരനെ പോലീസ് പിടിച്ചപ്പോൾ വല്ലാതെ കരഞ്ഞ് തളർന്ന് വിശ്വസിക്കാനാവാതെ ഹൃദയം നൊന്ത വേദനയിൽ കരഞ്ഞ 2 മക്കളും ഒരു പെണ്ണുമുണ്ട്, ഒരു യുവതി, ഇയാളുടെ ഭാര്യ. അതായത് ഈ മുഹമ്മദ് യൂസുഫിനെ പോലീസ് പിടിച്ച എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? എന്തൊക്കെ കുതന്ത്രങ്ങൾ ഒരുക്കുമ്പോഴും പടച്ച റബ്ബിൻ്റെ ഒരു തീരുമാനം, അള്ളാഹുവിൻ്റെ ഒരു അപാരമായ ഒരു ഹിക്മത്തുകൾ നോക്കി ഈ മനുഷ്യനെ പോലീസ് പിടിച്ചപ്പോൾ ഇയാൾക്ക് ബാംഗ്ലൂർ ഒരു യൂബർ ടാക്സി ഡ്രൈവറാണ്. ഇയാൾ വളരെ നന്നായിട്ടൊരു കൊൽക്കത്തക്കാരിയായ ഒരു പെണ്ണിനെ കല്യാണമൊക്കെ കഴിച്ച് വലിയ ഈമാനിയൊക്കെ കയ്യിൽ 2 മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് കഴിയാണ്. എന്നും ഇയാൾ ഊബർ ടാക്സി ഓടിക്കും, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നേരെ ഭാര്യയ്ക്ക് കൊടുക്കും, നല്ല സുഖസുന്ദരമായിട്ട് കഴിയാണ്. ഇയാൾ മനസ്സിലാക്കിയത് തൻ്റെ ഭാര്യ സാബിറ 39കാരിയും 5 വയസ്സുള്ള ഫാത്തിമ നിധിയെയും ഫാത്തിമ ഫിദയെയും ഒക്കെ കൊന്നപ്പോൾ ഇതോടുകൂടിയൊക്കെ അവസാനിച്ചതൊന്നും ഇനി പോലീസ് പിടിക്കൂല എന്നാണ്. ഇയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ ഭാര്യ കൊൽക്കത്തക്കാരി, പഠിച്ചോനെ എൻ്റെ ഭർത്താവ് ഇങ്ങനത്തെ ഒരാളാണോ, എനിക്ക് അവിടുത്തെ റേഷൻ കാർഡുണ്ട്, ആധാർ കാർഡുണ്ട്, പേരൊക്കെ മാറ്റിക്കണ ഇയാൾ മുഹമ്മദ് യൂസുഫ് ഷെരീഫ്, ശരിക്കും പേര് മുഹമ്മദ് ഷെരീഫ് എന്നുണ്ടല്ലോ, ഇടയിലൊരു യൂസുഫൊക്കെ ചേർത്ത് നല്ല ആളുകളോടൊക്കെ നല്ല സ്നേഹവും നല്ല ബഹുമാനവും ഫുള്ള് നിസ്കാരമൊക്കെ ആയിട്ട് അവിടെ ഒരാൾക്കും ഇയാളൊരു കൊലപാതകയാണെന്ന് വിശ്വസിക്കാൻ വയ്യ. ഭാര്യ വാവിട്ട് കരയാണ്, തൻ്റെ ഭർത്താവ് ഇങ്ങനത്തെ ആളാണോ? അവർ പാവം കുടുങ്ങി. ഇയാൾ സ്വന്തം ഭർത്താവ് ആദ്യത്തെ ഭാര്യനും കുഞ്ഞിനും കൊന്ന ആളാണെന്ന് അവർക്കറിയില്ലല്ലോ. ഇയാളെ പോലീസ് പിടിച്ചൊരു രീതി ഞാൻ ഞെട്ടിപ്പോയി. 2013 ഈ സംഭവം നടന്നത്. അന്ന് ഇയാളെ ഭാര്യ സാബിറ, 39 വയസ്സാണ് ആ സ്ത്രീക്ക്, മരണപ്പെടുമ്പോണ്ടായിരുന്നത്. മക്കൾക്ക് 5ഉം 2ഉം വയസ്സ്. അതിനൊക്കെ ഇല്ലാതാക്കിയിട്ട് ഇയാളങ്ങനെ കുറച്ചു കാലം ജയിലിൽ കിടന്നു, ജാമ്യത്തിലിറങ്ങി. പിന്നെ കേസുമായിട്ട് മുന്നോട്ട് പോവുക. ആ മുന്നോട്ട് പോകുന്നത് 2014, ഒരു വർഷം കഴിഞ്ഞ് ഏപ്രിൽ 22 ഇയാളെ കാണാതാവുന്നത്. അപ്പോൾ പോലീസിന് മനസ്സിലായി ആൾ മുങ്ങി. അപ്പോൾ ആ സമയത്ത് തന്നെ ഇയാൾ ഈ വിചാരണ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നപ്പോൾ കോടതി ഇടപെട്ടിട്ട് ഒരു ഡേറ്റ് വെച്ചു. ആ ഡേറ്റിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാനൊക്കെ പറഞ്ഞിരുന്നു. 2014 ഇയാൾ മുങ്ങിയിട്ട് നേരെ മംഗലാപുരത്തേക്കാണ് പോയത്. പക്ഷേ ഇയാളുടെ ഉള്ളിലുള്ള ക്രിമിനൽ മൈൻഡ് ഉണ്ടല്ലോ, ഇയാൾ മംഗലാപുരത്ത് പോയിട്ട് അവിടെ ഒരു ബസ്സിൽ അടിപിടി ഉണ്ടായപ്പോൾ ഇയാൾ അവിടുത്തെ പോലീസ് പിടിച്ചു. അഡ്രസ്സൊക്കെ തേടി പിടിച്ചപ്പോൾ അരീക്കോടതി അഡ്രസ്സാണ് കൊടുത്തത്. അങ്ങനെ ഇയാൾ അവിടെ പോലീസിൽ അറസ്റ്റിലായി. അവിടെ നിന്ന് ജാമ്യത്തിലിറങ്ങി മുങ്ങി. ഇയാൾ കൊണ്ട് മുങ്ങി. പിന്നീട് പോലീസ് അത് വിട്ടു, കാരണം ഒരു ചെറിയ കേസല്ലേ. അങ്ങനെ ഇയാൾ വേഷം മാറി മംഗലാപുരത്ത് നിന്ന് പിന്നീട് ഇവിടേക്കെത്തി, ബാംഗ്ലൂരെത്തി. അവിടെ വേഷം മാറി, പേര് മാറ്റി, ആധാർ കാർഡ് എടുത്ത്, റേഷൻ കാർഡ് എടുത്ത്, ഒരു കൊൽക്കത്തക്കാരെയും കല്യാണം കഴിച്ച ഒരു ഊബർ ടാക്സി ഡ്രൈവറുമായി 2 മക്കളുമായിട്ട് സുഖമായിട്ട് കഴിയാണ്. അങ്ങനെ 2025 കഴിഞ്ഞ വർഷം കർണാടക പോലീസ് പഴയ പെൻഡിങ് കേസുകളൊക്കെ പുതുക്കാൻ തീരുമാനിച്ചു. നോക്കണേ, ഈ മനുഷ്യൻ്റെ ആ കൊല്ലപ്പെട്ട സാബിറയുടെ ഉമ്മ മനമുരുകി പ്രാർത്ഥിച്ചത് തൻ്റെ മകളുടെ കൊലപാതകത്തിനും തൻ്റെ പേരക്കുട്ടികളും ഇല്ലാതാക്കിയ കാരണക്കാരെ പിടികൂടാൻ. ആ പാവ ഉമ്മ മരണപ്പെട്ടു. ഇനി ആ വാപ്പയാണ് അവശേഷിക്കുന്ന. മൂപ്പര് എപ്പോഴും പ്രാർത്ഥനയിൽ. ആ പ്രാർത്ഥന പടച്ചോൻ കേട്ടു. 2025 ആയപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് പോലീസിന് തോന്നൽ പഴയ കേസൊക്കെ ഒന്ന് പുതുക്കിയെടുക്കണം. അങ്ങനെ അരീക്കോട് സ്റ്റേഷനിലേക്ക് കർണാടക പോലീസ് വരികയാണ്. വന്നിട്ട് ഞങ്ങളിവിടെ 2014 ഒരാളെ പിടികൂടിയിരുന്നു, ഈ അഡ്രസ്സാണ് പറയുന്നത്. അപ്പോഴാണ് പോലീസിന് മനസ്സിലായത്, എടാ ഇത് നമ്മുടെ പഴയ ആളല്ലേ. അങ്ങനെ ഇയാളെ പുതിയ ഫോൺ നമ്പർ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ പോലീസ് ടീമിൻ്റെ അന്വേഷണം 2025 വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് തുടങ്ങിയിട്ട് ഫോൺ നമ്പർ കിട്ടി. അങ്ങനെ കൃത്യമായിട്ട് വിവരങ്ങൾ അറിഞ്ഞു. ഇയാൾ താടിയൊക്കെ നീട്ടി, തൊപ്പിയൊക്കെ വെച്ച് നല്ല വലിയ മതഭക്തനായി. അന്നും മതഭക്തൻ തന്നെയാണ്, ഇപ്പോഴും മതഭക്തൻ തന്നെയാണ്. ആരും എന്നോട് ചോദിച്ചത് നിങ്ങളെന്തിനാ മതഭക്തൻ എന്ന് പറയണത്? നിസ്കാരം ഒരു തൊഴിലാക്കിയ കുറേ പേരുണ്ട്. വൈലുല്ലിൽ മുസല്ലീൻ, ഖുർആനിൽ പറയുന്നത് നിസ്കരിക്കുന്നവർക്കാണ് നാശം. അവർ ആ നിസ്കാരത്തെക്കുറിച്ച് ബോധവാന്മാരല്ല. അങ്ങനെ കുറേ നിസ്കരിക്കണവരുണ്ട്, അതിൽ പെട്ടതാണ് ഈ കക്ഷി. അല്ലാതെ ഞാൻ നിസ്കരിച്ചവരെ കുറ്റം പറഞ്ഞൊന്നല്ല. അങ്ങനെ കുറേ പേര് കമൻ്റ് ഇട്ടു, നിങ്ങൾ ഈ നിസ്കരിച്ചാൽ തെറ്റിയില്ല, നിസ്കരിച്ചാൽ തെറ്റിയും. ഇമ്മാതിരി നിസ്കാരമാണെങ്കിൽ അവർക്ക് നാശമാണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല, വിശുദ്ധ ഖുർആനിലുള്ളതാണ്. അങ്ങനെ പോലീസ് അന്വേഷിക്കുമ്പോൾ പഴയ ആൾ തന്നെയാണ്. ഇവരറിയാതെ ഊബർ ടാക്സിയിൽ ഇവരുടെ കാറിൽ കയറി വിഷയങ്ങൾ സംസാരിച്ചു. അങ്ങനെ കേരളക്കാര്യങ്ങൾ ചോദിച്ചു. കേരളക്കാരും ചോദിച്ചേക്ക് ഇയാൾ മിണ്ടണില്ല. പോലീസുകാർ ടാക്സിയിൽ യാത്രക്കാരെ പോലെ കയറിയിരിക്കണേ. അങ്ങനെ പോലീസ് ഇത് കൺഫേം ആക്കണ്. തെളിവുകളൊക്കെ ശേഖരിച്ചാലേ പിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇയാളുടെ പഴയ രക്തസാമ്പിളുകളൊക്കെ ഉണ്ടല്ലോ പണ്ട് പിടിച്ച്, അതൊക്കെ കറക്റ്റാക്കിയിട്ട് വെച്ചിട്ട് എന്ത് ചെയ്തു, മുഴുവൻ തെളിവുകളും ശേഖരിച്ചിട്ട് വീട്ടിൽ നിന്ന് പൊക്കി. അപ്പോഴാണ് ആ കൊൽക്കത്തക്കാരിയായ ഭാര്യ അറിയണത് തൻ്റെ ഭർത്താവ് മുൻ ഭാര്യയെ അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞൊരു ക്രിമിനലാണെന്നുള്ള പാവം. സഹായത്തോടു കൂടി ആ യുവതിയുടെ കരച്ചിൽ. ആ മക്കൾ പാവം എന്ത് പഠിച്ചു, അതിലും 2 മക്കളുണ്ട്.
ഇതൊന്നും നമ്മുടെ നാട്ടിൽ ആദ്യത്തേതല്ല. അപ്പം മുഹമ്മദ് അസ്ഹറുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാൾ, അയാളുടെ ഭാര്യ 2 പെൺമക്കൾ, മൂന്നാമത്തെ ഒരു കുട്ടീനെ ഗർഭിണിയാണ്. ഒരു ദിവസം ഇയാൾക്ക് വലിയ സമ്പന്നനാണ്. ഇയാളെ റിസോർട്ടിൽ ഈ ഭാര്യയും 2 മക്കളും എന്ത് ചെയ്തു, വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ഇയാൾ പോലീസിനോട് പറഞ്ഞത് എന്താണ്, പാവം അവർ കാൽവഴുതിയിട്ട് സ്വിമ്മിംഗ് പൂളിൽ വീണതാണ്, അങ്ങനെ പെട്ടെന്ന് ഞാൻ കുറേ രക്ഷിക്കാൻ ശ്രമിച്ചു. നോക്കുമ്പോൾ CCTV ഓഫാണ്. ഈ റിസോർട്ട് ഇയാൾ തന്നെയാണ്. റിസോർട്ട് പോലീസിന് ആദ്യം അറിയില്ലായിരുന്നു റിസോർട്ട് ആരുടേതാണെന്ന്. അപ്പോൾ ഈ അന്വേഷണത്തിൽ ഇയാളെ മനസ്സിലായി. അപ്പോഴാണ് ഈ പെണ്ണിൻ്റെ ഉപ്പ മരിച്ച ഫർഹത്തിൻ്റെ, ഇയാളുടെ ഭാര്യയുടെ ഉപ്പ പോലീസിൽ പരാതി കൊടുത്തു. അവിടെയും 2ഉം 4ഉം വയസ്സുള്ള പെൺകുട്ടികളാട്ടോ. എൻ്റെ മകളെ കൊന്നതിൽ സംശയമുണ്ട്. അങ്ങനെ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഇയാൾ പറയാണ്, ഞാൻ കൊന്നതാണ്. എങ്ങനെയാണ് കൊന്നത്? ഇയാൾക്ക് പെൺമക്കളെ ഇഷ്ടമല്ല. ആദ്യത്തേത് പെൺകുട്ടിയായി ഇയാൾ സഹിച്ചു, രണ്ടാമത്തേത് പെൺകുട്ടിയായി സഹിച്ചു, മൂന്നാമത്തെ ഗർഭിണിയായപ്പോൾ പെൺകുട്ടിയാവുമെന്ന് കരുതിയിട്ട് അബോർഷൻ നടത്തി, നാലാമത്തെ അബോർഷൻ നടത്തി, 5ാമതും ഈ പെണ്ണ് ഗർഭിണി. എന്നാൽ ഇയാൾക്ക് ഈ പരിപാടി നിർത്തിക്കൂടെ? പെണ്ണുങ്ങൾ ഇരുന്നിട്ട് കുട്ടി ഉണ്ടാവണേന്ന് കരുതി ഉണ്ടാവണതല്ലല്ലോ, ഇത് മറ്റാൾ കൂടി സഹായിക്കണ്ടേ? അപ്പോൾ 5ാമത്തെ അബോർഷൻ, പിന്നെ 3ാമത്തെ അബോർഷൻ ഈ പെണ്ണ് സമ്മതിച്ചില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. ആൺകുട്ടികൾ മതി. പെൺകുട്ടിയും ആൺകുട്ടിയൊക്കെ തരുന്നത് പടച്ചോനല്ലേ. കോലം കൊണ്ട് വലിയ ഹന്തൂരിട്ട് നടന്നത് കൊണ്ടൊന്നും ഇസ്ലാമാവൂല. എന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുവന്ന് ഉന്തിയിട്ടിട്ട് കൊന്നു കളഞ്ഞതാണ്. ആരെ? ജന്മം നൽകിയ 2 മക്കൾ. ആ സമയത്തും ആ മക്കൾ പാന്ന് വിളിച്ച് കരഞ്ഞിട്ടുണ്ടാവൂലേ? ഇപ്പോൾ ഈ ഒരു മുഹമ്മദ് ഷെരീഫ് എന്ന പേരുള്ള ഇയാളെപ്പോലെ നമ്മുടെ ചുറ്റും വേറെയും ആളുകളുണ്ട്, ഒരു തരത്തിലും കരുണയില്ലാത്ത ആളുകൾ. ഇപ്പോൾ ഇന്നലെയാണ് ഇതേ മനുഷ്യന് മുഹമ്മദ് ഷെരീഫിനെ, നമ്മുടെ നാട്ടുകാരൻ മുഹമ്മദ് ഷെരീഫിനെ പിടിച്ചെന്നാണ് തെലങ്കാനയിൽ ആരെ പിടിച്ചത്? ഈ മുഹമ്മദ് അസ്ഹറുദ്ദീനെയും പിടിച്ചത്. സെയിം സംഭവം. നമ്മുടെ നാട്ടിലും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പെൺകുട്ടികളെ പ്രസവിച്ചതിന് ഇപ്പോൾ എത്ര തരം മൊഴി ചൊല്ലിയിട്ടുണ്ടെന്ന് അറിയോ? ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനത്തെ അനുഭവമുള്ളവരുണ്ടോ? ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ ഭർത്താവിൻ്റെ അനിഷ്ടം, ഭർത്താവിൻ്റെ മുഖങ്ങൾ ഇങ്ങനെ നോക്കും. ഇതിങ്ങനെ ഒരു ഫാക്ടറിയാണ്, ഇവിടുന്ന് ഇങ്ങനെ എടുത്തു കൊടുക്കാനുള്ള. എനിക്ക് പെൺകുട്ടി എന്ന പെൺകുട്ടി, എനിക്ക് ആൺകുട്ടി. അങ്ങനെ എടുത്ത് പഠിച്ചോണ്ട് തരുന്നതാ. ഇത് നമ്മുടേതുള്ളത് X ക്രോമസോമും Y ക്രോമസോമും ഒക്കെ ആണിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. പെണ്ണിന് ഒരു റോൾ, ശാസ്ത്രീയ റോള് പെണ്ണിനില്ല. റോളൊക്കെ ഉള്ളത് ആണിനാണ്. പക്ഷെ പഴി മുഴുവൻ കേൾക്കുന്ന ആർക്കാണ്? ഈ ഒരു പെണ്ണിനായിരിക്കും. കാരണം പണ്ട് ഒരുപാട് പെണ്ണുങ്ങളെ പ്രസവിച്ചത് പെൺകുട്ടിയാണെന്ന പേരിൽ മൊഴി ചൊല്ലിയ കേസ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം മൊഴി ചൊല്ലിയാൽ വേറെ കിട്ടും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് കെട്ടി നടക്കുന്ന കുറേ ആൾക്കാരുണ്ടായത്. ഇപ്പം ഒക്കെ മാറിയിട്ട് ആണുങ്ങൾക്ക് നല്ല മനസ്സിലായി. പെണ്ണുങ്ങൾ പഴയപ്പോൾ നല്ല വിദ്യാഭ്യാസം നേടി അത്യാവശ്യം ബോധം വെച്ചാൽ ഈ കളി നടക്കൂല. അതുകൊണ്ട് തന്നെ പണ്ടെന്നെ ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ആണുങ്ങൾക്ക് പേടിയും മടിയുമായിരുന്നു. അതിനവർ പല ടൂളും കൊടുത്തു. ഹറാമാണ്, എഴുത്തും വായനയും പഠിക്കാൻ പാടില്ല, പ്രേമലേഖനം എഴുതും. ഞാൻ അതിന് മുമ്പ് കേട്ടതാണ് ഒരു ഉസ്താദിൻ്റെ ഭാഗത്ത്, പെണ്ണുങ്ങൾ എഴുത്തും വായനയും പഠിച്ചാൽ പ്രേമലേഖനം എഴുതും, നാട് നശിക്കും, അതുകൊണ്ട് ഒരു എഴുത്തും വായനയും പഠിക്കേണ്ടത്. അതുപോലത്തെ ഒരു കുറ്റവാളിയെ ഇനിയും ജയിലിൽ നമ്മുടെ നികുതി പണം കൊണ്ട് തീറ്റിപ്പോറ്റരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കിടന്നവർക്കുള്ള ശിക്ഷ നടപ്പിലാക്കണം. ഇത് ജയിലിൽ കിടന്നിട്ട് കുറേ ജോലിയും ചെയ്ത് കുറേ കാശും സമ്പാദിച്ചിട്ട് എന്ത് കാര്യം? പിന്നെ നമ്മുടെ ഈ പുറമേക്ക് കാണിക്കണ പുറം ചട്ടകളൊന്നുമല്ല. അകം ശുദ്ധിയാക്കാതെ പുറമിനു കണ്ട കക്കൂസ് പോലുള്ള രീതി നീ എടുക്കണ്ട എന്ന് പണ്ട് തഴവ പാടിയൊരു പാട്ടുണ്ട്, ഒരു കവിത. നമ്മുടെ അകം ശുദ്ധിയില്ലാതെ പുറമേക്ക് എന്തിനാണ് ഞാൻ അടിപൊളിയാക്കണത്? കക്കൂസിൻ്റെ പുറമേക്ക് നല്ല ടൈൽസ്, ഉള്ളിലുള്ളത് നമുക്കറിയാലോ. അതേ അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഈ സ്വന്തം ഭാര്യയെ ഇതുപോലെ ക്രൂരമായിട്ട് വേറൊരു കല്യാണം കഴിക്കാനും ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയും കൊലപ്പെടുത്തിയ ഈ നരാധമൻക്ക് ജയിലിൽ തീറ്റിപ്പോറ്റേണ്ടതുണ്ടോ? എന്ത് ശിക്ഷയാണ് നിങ്ങളൊരു ജഡ്ജിയാണെങ്കിൽ കൊടുക്കുക? ഇവൻ കൊന്നത് ഒരു 39 വയസ്സുള്ള സ്വന്തം ഭാര്യ സാബിറയെ, അതിൻ്റെ 5 വയസ്സുള്ളൊരു മകളെ, 2 വയസ്സുള്ള മറ്റൊരു മകളെ, 3 പേരെയും റമദാൻ്റെ അവസാന ദിവസം പെരുന്നാൾ ഡ്രസ്സും വാങ്ങിയിട്ട് അതിക്രൂരമായിട്ട് പ്ലാനിഡായിട്ട് ഇല്ലാതാക്കിയതാണ്. ഇവന്മാർക്ക് ഇനി നമ്മൾ ജയിലിൽ ഇങ്ങനെ കിടന്നിട്ട് നല്ല മട്ടൻ കറിയും നല്ല ചിക്കനും മീനും ബീഫ്, പെരുന്നാൾക്ക് ബീഫൊക്കെ കിട്ടും ഇവർക്ക് കിട്ടുക. ഈസ്റ്ററിന് നല്ല സംഭവം കിട്ടും, ഇന്ന് ഈസ്റ്ററാണല്ലോ. അപ്പോൾ അങ്ങനെ കിടന്നിങ്ങനെ തീറ്റിപ്പോറ്റി വളർത്തണോ, അതോ ഒരു മാസത്തിനകം ശിക്ഷ നടപ്പിലാക്കണം? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണെന്നാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.